തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളും ഗൂഢാലോചനകളും ഒക്കെ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഡൽഹി എന്നുള്ള മഹാനഗരം ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോൾ ഒളിച്ചു വച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ. എസ് കെ എൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഇന്നലെ വന്നിരിക്കുന്ന ജനവിധി അത് പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. രണ്ട് മുന്നണികളും അവരവരുടെ നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP പ്രതീക്ഷിച്ചിരുന്നത് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷവും NDAക്ക് ആവശ്യമായിട്ട് ഇന്ത്യ മുന്നണിയെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഒരു സംഖ്യയും ലഭിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് SK നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സംഖ്യയിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇത് BJPയെ വലിയ വെല്ലുവിളിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഘടകകക്ഷികളെ അടക്കം തങ്ങളുടെ ചാട്ടവാറിന് കീഴിൽ നിയന്ത്രിച്ചിരുന്ന BJPക്ക് ഇനി അത്തരത്തിലുള്ള ഒരു കൗശലം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ പ്രമാണിത്വം ഘടകകക്ഷികൾക്ക് മുന്നിൽ പണ്ടത്തെ പോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മയപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന നയമാകും BJPക്ക് ഇനി സ്വീകരിക്കാനായിട്ട് ആവുക. അതിൻ്റെ ആദ്യപടിയായിട്ട് എല്ലാവരെയും ഘടകകക്ഷി നേതാക്കളെ എല്ലാവരെയും ബന്ധപ്പെടുന്ന തിരക്കിലാണ് BJP ഉള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനും പ്രധാന ഘടകകക്ഷികളുടെ നേതാക്കളായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ കാണാനും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണയുണ്ടാക്കാനും ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്രകാരം ധാരണയുണ്ടായാൽ ഏറ്റവും അടുത്ത ദിവസം സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിച്ച് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഘം ഇന്നലെ ഈ ബലം വന്നു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് ഇന്ത്യ മുന്നണിയും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ആവേശത്തോടുകൂടി ഒരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അവരും BJP സർക്കാർ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തയ്യാറാണ് എന്ന സൂചന നൽകി ചില പ്രധാനപ്പെട്ട NDAയുടെ ഭാഗമാകുന്ന ചില പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവർ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒക്കെ ഈ വശത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും നടത്തുന്നത്. വിലപേശൽ ശക്തി ഉള്ള നേതാക്കന്മാരെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് BJP ഭരണത്തിന് രാജ്യത്ത് അവസാനമുണ്ടാക്കും എന്ന് അവർ കരുതുന്നുണ്ട്. ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള ചുവടുകൾ മുന്നോട്ട് വെച്ച് പോകാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭിന്നത ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് ആവേശം നൽകുന്ന ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുക. ആ യോഗത്തിൽ അവർ തുടർന്നുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യും. രാഷ്ട്രപതി ഇന്ന് ഈ നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർക്ക് ഒരു വിരുന്ന് നൽകുന്നുണ്ട്. ആ വിരുന്ന് നൽകുന്നതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെ ഇന്നോ നാളെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ 2ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാജി രാഷ്ട്രപതിക്ക് കൈമാറും. തുടർന്നായിരിക്കും ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദം അടക്കമുള്ളവ നരേന്ദ്രമോദി ഉന്നയിക്കാനായിട്ട് BJP ഉന്നയിക്കാനായിട്ട് പോകുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം BJPയുടേത് ചേരേണ്ടതുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വേണം സഭാ നേതാവായിട്ട് കക്ഷി നേതാവായിട്ട് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കാൻ. ആ നടപടി സാങ്കേതികമായിട്ടുള്ള നടപടി പൂർത്തിയാക്കാൻ ഉള്ള വേഗത്തിലുള്ള ഒരുക്കത്തിലാണ് BJP. ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളോടും ഡൽഹിയിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് അതുകൊണ്ട് വേഗത്തിൽ വരും. അവരെല്ലാം ചേർന്ന് വീണ്ടും 3ാമത്തെ തവണയും നരേന്ദ്രമോദിയെ അവരുടെ നേതാവായിട്ട് തെരഞ്ഞെടുക്കും. തുടർന്നായിരിക്കും അവകാശവാദം ഉന്നയിക്കുക. അങ്ങനെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും ഡൽഹി. SK. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.